അപ്പോൾ നമുക്ക് എൽ സി എം നോക്കാം കേട്ടോ. എൽ സി എം എന്ന് പറയുന്നത് കുറച്ച് സംഖ്യകളുടെ എൽ സി എം എന്താണെന്ന് ചോദിക്കുക. ആദ്യം നമുക്ക് എൽ സി എമ്മിൻ്റെ ഫുൾ ഫോം ഒന്ന് കാണാം. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ചെറിയ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ. ഓക്കെ, അപ്പോൾ എൽ സി എം ഓഫ് 2, 5, 10, 4 ഇങ്ങനെ കാണാനാണ് പറയുക. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സംഖ്യകളുടെ മൾട്ടിപ്പിൾസ്, ഗുണിതങ്ങൾ എഴുതുമ്പോൾ ഒരു സംഖ്യ 4 എണ്ണത്തിലും കോമൺ ആയിട്ട് വരും. പല സംഖ്യകൾ വരും, പക്ഷെ ഏറ്റവും ചെറിയതായിട്ട് വരുന്ന കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതാണോ അതാണ് എന്ത് എൽ സി എം എന്ന് പറഞ്ഞത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിക്കാം. നമ്മളിവിടെ ഓരോ സംഖ്യകളുടെ മൾട്ടിപ്പിൾസ് എഴുതാണ്, ഗുണിതങ്ങൾ 2, 4, 6, 8. ഓക്കെ, 5ൻ്റെയാണ്. പത്തിൻ്റെ എഴുതി കഴിഞ്ഞാൽ 10, 20, 30, 40, 50, 60, 70, 80, 90. 4ൻ്റെ ആകുമ്പോൾ 12, 16, 20, 24, 28, 32, 36, 40. നോക്കുക, ഈ 4 സംഖ്യകളുടെയും ഗുണപട്ടിക നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഗുണിതങ്ങളിൽ 4 എണ്ണത്തിലും വരുന്ന ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടോ നോക്കുക. ഞാൻ പറയാം, ഈ 4 എണ്ണത്തിലും വരുന്ന സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മാത്രമാണ്. നാലെണ്ണത്തിലും വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഏക സംഖ്യ 20ആണ്. ഈ 3 എണ്ണത്തിലും 10 വരും, പക്ഷെ 4-ൽ 10 വരുന്നില്ല, അതുകൊണ്ട് അത് കൂട്ടില്ല. എല്ലാത്തിലും വരുന്ന കോമൺ ആയിട്ടുള്ള സംഖ്യ, അതാണ് എൽ സി എം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ 4 ഇല്ല എന്നുണ്ടെങ്കിൽ 10 ആയിരിക്കും കേട്ടോ ഇവിടുത്തെ എൽ സി എം. ഈ 3 എണ്ണത്തിലും പൊതുവായിട്ട് പോകുന്ന സംഖ്യ 10 ആണ്, ആദ്യം പോകുന്ന സംഖ്യ. ഇത് മാത്രമല്ല, ഈ 4 എണ്ണത്തിൽ ഇനി അടുത്ത് പോകുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ നേരെ 20ൻ്റെ രണ്ടാമത്തെ 40 ആയിരിക്കും. പിന്നെ 60, 80, ഓരോ 20 വെച്ച് കൂടിക്കൂടി വരും. അപ്പോൾ 40, 60, 80, 100 ഈ 4 സംഖ്യകളുടെ കോമൺ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ 20ആണ് ഏറ്റവും ചെറുതായിട്ടുള്ള, ലീസ്റ്റ് ആയിട്ടുള്ള കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, എന്താണ് എൽ സി എം എന്ന് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇനി എൽ സി എം എങ്ങനെ കാണാം എന്ന് നോക്കാം. ഇപ്പൊ ഇതുപോലെ എല്ലാ തവണയും നമുക്ക് ഗുണിതങ്ങൾ എഴുതിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് കാണാനൊരു എളുപ്പ വഴിയുണ്ട്, ഒരു മാർഗമുണ്ട്. ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്നാണ് പറയുക. ഫാക്ടറൈസേഷന്റെ ചിഹ്നം ഇങ്ങനെയാണല്ലോ, ഹരണക്രിയ ചെയ്യുന്ന പോലെയാണ്. ഹരണക്രിയ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് ആവശ്യമുള്ള സംഖ്യകൾ എഴുതുക. 2, 5, 10, 4. ഇനി എങ്ങനെ നമ്മളിത് ഫാക്ടറൈസ് ചെയ്യും? ഫാക്ടറൈസ് ചെയ്യാനുള്ള സംഖ്യയെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, ഇതിൽ പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് വേണം ഘടകം ചെയ്യാനായിട്ട്. ഏറ്റവും ചെറിയ സംഖ്യ 1 ആണ്, പക്ഷെ 1 കൊണ്ട് പരിപാടികളൊന്നും നടക്കാത്തത് കൊണ്ട് നമ്മൾ തൊട്ടടുത്ത സംഖ്യയായ 2 എടുക്കാം. ഇരട്ട സംഖ്യകൾ ഏതുണ്ടെങ്കിലും നമുക്ക് 2 എടുത്തതിനെ ചെറുതാക്കാം, ഫാക്ടർ ചെയ്യാം. ഫാക്ടർ ചെയ്യുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2 കൂടെ എഴുതി, 2നെ കൊണ്ട് 2നെ ഹരിച്ചാൽ 1. 5നെ 2 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ ഫാക്ടർ ചെയ്യാൻ കഴിയില്ല. 5 അതേപോലെ ഇറക്കി എഴുതുക. 10ൽ 2
5 തവണ. അതായത് ഈ 10 എന്നുള്ളതിനെ നമ്മൾ 2 കൊണ്ട് ഘടകം ചെയ്ത് ചെറുതാക്കി 5 ആക്കി മാറ്റി. 4നെ 2 കൊണ്ട് ഘടകം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഹരിച്ച് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. ഓക്കെ. ഇനിയിപ്പോൾ 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 2ൽ 1 കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. 1നെ അതേപോലെ എഴുതുക. 5നെ പൂർണ്ണമായിട്ട് 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് എഴുതുക. എന്താ 2ൽ 2 ഒരു തവണ. ഇനി ആരാ ഉള്ളത്? 1നെ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നോക്കൂ, 5 രണ്ടെണ്ണം ഉണ്ട്. 5 കൊണ്ട് ഘടകം ചെയ്യാം. 1നെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് അതേപോലെ തന്നെ എടുക്കുക. 5ൽ1 ഒരു തവണ, 5ൽ1 ഒരു തവണ, 1. ഏറ്റവും ചെറിയ സംഖ്യകളായി എല്ലാം കൂടെ 1 ആയി മാറി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പുറത്തെടുത്ത് വെച്ചിരിക്കുന്ന സംഖ്യകളുണ്ടല്ലോ, 2, ഈ സംഖ്യകൾ എടുത്തിട്ട് ഗുണിക്കുക. ഞാൻ അവിടെ 1നെ കൊണ്ട് ഗുണിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം 1 കൊണ്ട് ഗുണിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതേ വിലയെ കിട്ടുള്ളൂ. അതുകൊണ്ട് മിക്കപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ 1നെ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുക. 2 × 2 × 5, 4 × 5 20. കണ്ടോ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച LCM ഉം LCM ഉം ഒന്നാണ്.